ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പുതുവായിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കർ. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആയ ജൂൺ 19 കേരളത്തിൽ 1996 മുതൽ വായനാ ദിനമായി ആചരിക്കുന്നു. ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായും ആചരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2017 കേരളത്തിൻ്റെ വായനാ ദിനമായ ജൂൺ 19 ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു. തുടർന്നുള്ള ഒരു മാസക്കാലം ദേശീയ വായനാ മാസമായും ആചരിച്ചു വരുന്നു. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പുതുവയിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കർ മലയാളികൾക്ക് വായനയുടെയും അറിവിന്റെയും വെളിച്ചം പകർന്നു നൽകിയ മഹാനായ സാമൂഹിക പരിഷ്കർത്താവാണ്. കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് നയിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണ്. ജനനവും ആദ്യകാല ജീവിതവും. പൂർണ്ണനാമം പുതുവയിൽ നാരായണ പണിക്കർ. ജനനം 1909 മാർച്ച് 1. ജന്മസ്ഥലം ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂർ. മാതാപിതാക്കൾ ഗോവിന്ദപിള്ള, ജാനകിയമ്മ. ഔദ്യോഗിക ജീവിതം. ഒരു അധ്യാപകനായാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. വായനശാല പ്രസ്ഥാനത്തിന്റെ തുടക്കം. തന്റെ 19-ാം വയസ്സിൽ 1926 തന്റെ ജന്മനാടായ നീലമ്പേരൂരിൽ സനാതന ധർമ്മം വായനശാല സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിലേക്ക് കടന്നുവരുന്നത്. ഒരു അധ്യാപകനായിരിക്കെ തന്നെ ജനങ്ങളിൽ വായനാശീലം വളർത്താൻ അദ്ദേഹം കഠിനമായി ശ്രമിച്ചു. ഗ്രന്ഥശാല സംഘം രൂപീകരണം. 1945 47 ഗ്രാമീണ വായനശാലകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചു. 1956 കേരള സംസ്ഥാന രൂപീകരണത്തിനു ശേഷം ഇത് കേരള ഗ്രന്ഥശാല സംഘമായി മാറി. ആപ്തവാക്യം: വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്നതായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ സന്ദേശം. പണിക്കരുടെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം 6000-ലധികം വായനശാലകളുടെ ഒരു വലിയ ശൃംഖല തന്നെ കെട്ടിപ്പടുത്തു. കാൻഫെഡ്. ഗ്രന്ഥശാല പ്രസ്ഥാനം സർക്കാർ ഏറ്റെടുത്തതിനു ശേഷം മുതിർന്നവരുടെ വിദ്യാഭ്യാസത്തിനും അനൗപചാരിക വിദ്യാഭ്യാസത്തിനുമായി അദ്ദേഹം കാൻഫെഡ്, അതായത് കേരള സ്റ്റേറ്റ് ലിറ്ററസി കൗൺസിൽ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാക്കുന്നതിൽ ഈ പ്രസ്ഥാനം പ്രധാന പങ്കുവഹിച്ചു. ജൂൺ 19 വായനാ ദിനം. മലയാളക്കരയാകെ മണ്ടി നടന്ന് മുക്കിലും മൂലയിലും പൊതുജന വായനശാലകൾ രൂപീകരിക്കാൻ അഹോരാത്രം പ്രയത്നിച്ച നാരായണ പണിക്കരുടെ ചരമദിനമാണ് 1996 മുതൽ വായനാ ദിനമായി ആചരിക്കുന്നത്. ജൂൺ 19 മുതൽ 25 വരെ ഒരാഴ്ചക്കാലം കേരളീയ വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായും ആഘോഷിക്കുന്നു. 2004 ഇന്ത്യൻ തപാൽ വകുപ്പ് അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം പ്രത്യേക സ്മാരക സ്റ്റാമ്പ് ഇറക്കുകയുണ്ടായി. 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ 19 ദേശീയ വായനാ ദിനമായും പ്രഖ്യാപിച്ചത് നമുക്ക് വളരെ അഭിമാനകരമായൊരു സംഭവമാണ്. ഗ്രന്ഥശാലകളില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുത് എന്ന് സ്വപ്നം കണ്ട് വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യവുമായി ജീവിച്ച PN പണിക്കർ നമ്മുടെ നാടിനെ വിജ്ഞാന പ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ എന്ന് സുകുമാർ അഴീക്കോട് വിശേഷിപ്പിച്ച, ഗ്രന്ഥാലയ മഹർഷി എന്ന് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയും സാംസ്കാരിക പിതാവ് എന്ന് തകഴി ശിവശങ്കർ പിള്ളയും വിശേഷിപ്പിച്ച പുതുവായിൽ നാരായണ പണിക്കരുടെ ജീവിത രേഖയിലേക്ക്. 1909 മാർച്ച് 1 PN പണിക്കർ ആലപ്പുഴയിലെ നിലമ്പേരൂർ ഗ്രാമത്തിൽ ജനിക്കുന്നത്. അച്ഛൻ ഗോവിന്ദപിള്ള, അമ്മ ജാനകിയമ്മ. മലയാളം ഹയർ പാസ്സായ ശേഷം നിലമ്പേരൂർ കാറാടി മിഡിൽ സ്കൂളിൽ അദ്ദേഹം അധ്യാപകനായി. തുടർന്ന് വാകത്താനം, കുറുമ്പനാട്, പാല, കിടങ്ങൂർ എന്നീ സ്ഥലങ്ങളിൽ അധ്യാപകനായി ജോലി ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി നാട്ടിലെ ഒരു വായനശാലയെ പുനരുദ്ധരിച്ച് സനാതന ധർമ്മം വായനശാലയാക്കി മാറ്റി. ഇത് 1926 തികച്ചും ഗാന്ധിയനായിരുന്നു നാണുപണിക്കർ. വൈക്കം സത്യാഗ്രഹവും ക്ഷേത്രപ്രവേശന വിളംബരവും നടക്കുന്ന കാലം അദ്ദേഹം ഹരിജന ഉദ്ധാരണത്തിനായി ഒരു സമിതി നാട്ടിൽ രൂപീകരിച്ചു. സാംസ്കാരികമായ ഉണർവും അറിവുമില്ലാതെ സമൂഹം രക്ഷപ്പെടില്ല എന്ന് മനസ്സിലാക്കിയ പണിക്കർ തുടർന്ന് വായനശാല പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1930 അമ്പലപ്പുഴ സ്കൂളിൽ പണിക്കർ അധ്യാപകനായി എത്തി.
സ്വാതന്ത്ര്യസമര സേനാനിയായ എൻ കുഞ്ചുപിള്ളയെയും ഒരു കൂട്ടം ചെറുപ്പക്കാരെയും സംഘടിപ്പിച്ച് സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ളയുടെ പേരിലുള്ള വായനശാലയെ അദ്ദേഹം ഊർജ്ജസ്വലമാക്കി. കേരളമാകെ ഗ്രന്ഥശാല പ്രസ്ഥാനം സജീവമാകുന്ന 1940കളിൽ തിരുവിതാംകൂറിലെ വായനശാലകൾ ഏകീകരിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം തുടങ്ങിവെച്ചു. ഇതിൻ്റെ ഭാഗമായാണ് 1945 സെപ്റ്റംബർ 14 PK നാരായണപിള്ള മെമ്മോറിയൽ വായനശാലയിൽ അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിൻ്റെ യോഗം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. സർ CP രാമസ്വാമിയായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ. സ്കൂൾ അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ മുഴുവൻ സമയ ഗ്രന്ഥശാല പ്രവർത്തനാകാൻ അദ്ദേഹത്തിന് സർക്കാർ അനുവാദം നൽകി. 1945 മുതൽ 77 വരെ 33 കൊല്ലം ഗ്രന്ഥശാല സംഘത്തിൻ്റെ സെക്രട്ടറിയായി അദ്ദേഹം തുടർന്നു. 1970 നവംബർ ഡിസംബറിൽ സംഘത്തിൻ്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് പാറശാല മുതൽ കാസർഗോഡ് വരെ PN പണിക്കരുടെ നേതൃത്വത്തിൽ നടന്ന സാംസ്കാരിക ജാഥ കേരളത്തെയാകെ പ്രകമ്പനം കൊള്ളിച്ചു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തടയിടാൻ വേണ്ടി തിരുവിതാംകൂർ ദിവാൻ സർ CPയുടെ ഭരണത്തിൻ്റെ ഉപകരണമായാണ് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം പ്രവർത്തിച്ചത്. എങ്കിലും ഗ്രന്ഥശാല സംഘത്തെയും പൊതുജന വായനശാല പ്രവർത്തനങ്ങളെയും കേരളമാകെ വ്യാപിപ്പിക്കുന്നതിൽ PN പണിക്കർ കാണിച്ച നേതൃപാഠവും ആത്മാർത്ഥതയും അംഗീകരിച്ചേ പറ്റൂ. ബെൽ സൈക്കിൾ പദ്ധതി, കൃഷി പുസ്തക കോർണർ എന്നിവ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾക്ക് ശേഷം PN പണിക്കർ വയോജന വിദ്യാഭ്യാസത്തിനും സാക്ഷരതാ പ്രവർത്തനങ്ങൾക്കുമായി 1977 ജൂൺ 20 കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന കൗൺസിൽ കാൻഫെഡ് സ്ഥാപിച്ചു. 18 വർഷത്തോളം അദ്ദേഹം അതിൻ്റെ ജനറൽ സെക്രട്ടറിയായിരുന്നു. സ്റ്റേറ്റ് റീഡേഴ്സ് സെൻ്ററിൻ്റെ ഓണററി എക്സിക്യൂട്ടീവ് ഡയറക്ടറായും സാക്ഷരതാ മിഷൻ സാരഥിയായും അദ്ദേഹത്തിൻ്റെ കർമ്മമേഖല വികസിച്ചു. അനേകം പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായി. 1948 തുടങ്ങിയ ഗ്രന്ഥാലോകം, കാൻഫെഡ് ന്യൂസ്, അനൗപചാരിക വിദ്യാഭ്യാസം, നാട്ടുവെളിച്ചം, നമ്മുടെ പത്രം എന്നിവ അവയിൽ ചിലതാണ്. മലബാറിലെ വായനശാല പ്രസ്ഥാനം ശക്തിപ്പെടുത്താൻ പണിക്കർക്കൊപ്പം തോളോട് തോൾ നിന്ന് പ്രവർത്തിച്ചവരായിരുന്നു SR രംഗനാഥൻ, PT ഭാസ്കര പണിക്കർ, KA ദാമോദര മേനോൻ, SK പൊറ്റക്കാട്, S ഗുപ്തൻ നായർ, ബാലാമണി അമ്മ തുടങ്ങിയവർ. 1995 ജൂൺ 19 വായനയുടെ വളർത്തച്ഛൻ PN പണിക്കർ അന്തരിച്ചു. PN പണിക്കരും കൂട്ടരും തുടങ്ങിവെച്ച ഗ്രന്ഥശാല പ്രസ്ഥാനം ഇന്ന് കേരളമാകെ പടർന്ന് പന്തലിച്ചിരിക്കുന്നു. ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയ സാംസ്കാരിക സ്ഥാപനങ്ങളാണ് ഗ്രന്ഥശാലകൾ. അറിവിൻ്റെയും വിനോദത്തിൻ്റെയും സംഘബോധത്തിൻ്റെയും വിനിമയ കേന്ദ്രങ്ങൾ എന്ന നിലയിൽ മാത്രമല്ല, നവോത്ഥാന ദേശീയ രാഷ്ട്രീയ ചിന്തകളെ രൂപപ്പെടുത്തിയ പൊതു ഇടങ്ങളായി കൂടി നമ്മുടെ വായനശാലകൾ പ്രവർത്തിക്കുകയുണ്ടായി. ഇന്ത്യയിലെ എന്നല്ല, ലോകത്തിലെ തന്നെ സവിശേഷവും സംഘടിതവുമായ ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം. ലോകത്ത് ഒരിടത്തും കാണാനാവാത്ത ഒരു പ്രത്യേകത ഇതിനുണ്ട്: ജനകീയ അടിത്തറ. ഇതിന് നേതൃത്വം കൊടുത്തതും കെട്ടിപ്പടുത്തതും ദേശീയ പ്രസ്ഥാനമാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും സന്ദേശം ഉൾക്കൊള്ളുന്ന പുരോഗമന സാഹിത്യകൃതികൾ നാട്ടിലെ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും ഇടത്തരക്കാരായ അഭ്യസ്തവിദ്യരുടെയും വീടുകളിലെത്തിച്ചത് ഈ ഗ്രന്ഥശാലകളായിരുന്നു. മലബാറിലെ ഗ്രന്ഥശാലകൾ 1940കളിൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ബഹുജന സമ്പർക്ക കേന്ദ്രങ്ങളായാണ് തുടങ്ങിയത്. ശ്രീനാരായണ ഗുരുവിൻ്റെയും വാഗ്ബട ആനന്ദൻ്റെയും ശിഷ്യന്മാരുടെയും വിദേശ മിഷണറിമാരുടെയും ഗണ്യമായ സംഭാവനകൾ ഈ രംഗത്ത് ഉണ്ടായിരുന്നു. കേരള സംസ്ഥാന രൂപീകരണത്തോടെ 1958 സെപ്റ്റംബർ 15 കേരള ഗ്രന്ഥാലയ സംഘം രൂപീകരിച്ചു. പനമ്പിള്ളി ഗോവിന്ദമേനോനായിരുന്നു ആദ്യ പ്രസിഡന്റ്, PN പണിക്കർ ആദ്യ സെക്രട്ടറി. പുസ്തകമെടുപ്പും കൊടുപ്പും നേതൃപൂജയും മാത്രമാണ് ഗ്രന്ഥശാല പ്രവർത്തനമെന്ന് കരുതിയ കേവല ഗ്രന്ഥശാല പ്രവർത്തകരിൽ നിന്ന് വ്യത്യസ്തമായ താലൂക്ക്, ജില്ലാ, സംസ്ഥാന സമിതികളിലേക്ക് പുരോഗമന സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യകാരന്മാരും തിരഞ്ഞെടുക്കപ്പെട്ടു. അടിയന്തരാവസ്ഥക്കാലവും ഭരണസമിതിയിലെ അഭിപ്രായ ഭിന്നതകളും കാരണം ഗ്രന്ഥശാല സംഘത്തിൻ്റെ പ്രവർത്തനം കൺട്രോൾ ബോർഡും പിന്നീട് സർക്കാരും ഏറ്റെടുത്തു. 1989 EK നായനാരുടെ കാലത്ത് പുതിയ ഗ്രന്ഥശാല നിയമം പാസാക്കി. 1994 തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റായി കവി കടമിനിട്ട രാമകൃഷ്ണനും സെക്രട്ടറിയായി
IV ദാസും രംഗത്തു വന്നു. PT ഭാസ്കര പണിക്കർ, തായാട്ട് ശങ്കരൻ, P ഗോവിന്ദപിള്ള, കൈനിക്കര കുമാരപിള്ള, MP മന്മഥൻ, A പരമേശ്വരൻ നമ്പ്യാർ, പന്മന രാമചന്ദ്രൻ നായർ, S ഗുപ്തൻ നായർ, ചെറുകാട്, SK പൊറ്റക്കാട് തുടങ്ങിയ പ്രഗത്ഭർ ഗ്രന്ഥശാലാ സംഘത്തെ പരിപോഷിപ്പിച്ചു. വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ ഗ്രന്ഥാലയങ്ങൾ വിജ്ഞാനത്തിൻ്റെ വിതരണ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു. ഡിജിറ്റൽ ആർക്കൈവുകളും ബുക്കുകളും വന്നതോടെ ലോകത്തെവിടെയും ഇരുന്ന് വായനശാലകളിലെ വിവരങ്ങൾ ശേഖരിക്കാം എന്നായിരിക്കുന്നു. 1955 1747 വായനശാലകളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. 1975 ആയപ്പോഴേക്കും അത് 4280 2021 രജിസ്റ്റർ ചെയ്ത ഗ്രാമീണ വായനശാലകളുടെ എണ്ണം 8464 വായനയും വായനശാലകളും മരിക്കുകയില്ല. മാനവകുലത്തിന് പുതുവെളിച്ചവും വിജ്ഞാനവും വിവേകവും വാരി വിതറിക്കൊണ്ട് അത് പൂത്തുലഞ്ഞുകൊണ്ടേയിരിക്കും. വായന എന്നത് അറിവിൻ്റെ ഉറവിടമാണ്. ഒരു മനുഷ്യനിൽ അവൻ്റെ വ്യക്തിത്വം ഉണ്ടാക്കുന്നത് വായനയാണ്. നമ്മൾ വായിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും നാമായി മാറുമ്പോഴാണ് നാം പൂർണ്ണ വായനയിലേക്ക് എത്തുന്നത്. ഒരു നല്ല വായനക്കാരന് മാത്രമേ സമൂഹത്തിൽ എങ്ങനെ ഇടപഴകണം എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. എന്നാൽ ഇന്നത്തെ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. വേഗത്തിനൊപ്പം പായുന്ന തലമുറയാണ് ഇന്നത്തേത്. വായനയെ മറന്നുപോയൊരു തലമുറ, വായനയുടെ അഭിരുചി അറിയാതെ പോയ ഒരു തലമുറ. വായനയുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്ന PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് എല്ലാ വർഷവും ജൂൺ 19 വായനാ ദിനമായി മലയാളികൾ ആചരിക്കുന്നത്. കേരളത്തിൽ സാക്ഷര പ്രവർത്തനങ്ങൾക്കും ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിനും അടിത്തറ പാകിയത് PN പണിക്കരാണ്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ സംഘത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ നായകൻ, കാൻഫിഡിൻ്റെ സ്ഥാപകൻ തുടങ്ങി ഒട്ടനവധി സംഭാവനകൾ മലയാളത്തിന് നൽകി. വായനയുടെ മൂല്യം പ്രഖ്യാപിച്ച് അദ്ദേഹം കേരളത്തിലെ ഗ്രാമങ്ങളിലേക്ക് യാത്രയായി. 1975 യുനെസ്കോയിൽ നിന്ന് ഗ്രന്ഥശാലാ സംഘം അഭിമാനകരമായ പ്രൊഫ്സഖ്യ അവാർഡ് നേടി. 1977 വരെ 32 വർഷം സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായിരുന്നു പണിക്കർ. 1995 ജൂൺ 19 അദ്ദേഹം അന്തരിച്ചു. PN പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന അമ്പലപ്പുഴ ഗവൺമെൻറ് LP സ്കൂൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്മാരകമാക്കി മാറ്റി. വായനശീലം വളരട്ടെ, മാനവഹൃദയം തെളിയട്ടെ. വായനശീലം വളരട്ടെ, മാനവഹൃദയം തെളിയട്ടെ. നൂതനമാമൊരു സന്ദേശം അതിൻ പൂവിളി കേട്ടൊരു മലയാളം. മലയാളം മലയാളം മലയാളം. വായനശീലം വളരട്ടെ, മാനവഹൃദയം തെളിയട്ടെ. വായനശീലം വളരട്ടെ, മാനവഹൃദയം തെളിയട്ടെ. നൂതനമാമൊരു സന്ദേശം അതിൻ പൂവിളി കേട്ടൊരു മലയാളം. മലയാളം മലയാളം മലയാളം. അറിവിൻ ഗോപുര നടകൾ പൂകാൻ വഴികളൊരുക്കിയൊരാചാര്യൻ. അറിവിൻ ഗോപുര നടകൾ പൂകാൻ വഴികളൊരുക്കിയൊരാചാര്യൻ. അവഗാഹത്താൽ അക്ഷരലോകം ഉജ്ജ്വലമാക്കിയ പ്രവാചകൻ. PN പണിക്കർ PN പണിക്കർ മാമലനാടിനൊരു സുഹൃതം. PN പണിക്കർ PN പണിക്കർ മാമലനാടിനൊരു സുഹൃതം. വായനശീലം വളരട്ടെ, മാനവഹൃദയം തെളിയട്ടെ. വായനശീലം വളരട്ടെ,
ഹൃദയം തെളിയട്ടെ, നൂതനമാമൊരു സന്ദേശം അതിൻ പൂവിളി കേട്ടൊരു മലയാളം. മലയാളം മലയാളം മലയാളം. സ്വരമിന്നും അനന്തവീജികൾ തീർക്കുകയല്ലോ നീളേ. ആ സ്വരമിന്നും അനന്തവീജികൾ തീർക്കുകയല്ലോ നീളേ. അതിൻ നിതാന്ത വെളിച്ചവുമായി മുന്നേറുക നാം ഇതിലേ. പിയൻ പണിക്കർ പിയൻ പണിക്കർ മാമലനാടിനൊരു സുഹൃതം. പിയൻ പണിക്കർ മാമലനാടിനൊരു സുഹൃതം. വായനശീലം വളരട്ടെ, മാനവ ഹൃദയം തെളിയട്ടെ. വായനശീലം വളരട്ടെ, മാനവ ഹൃദയം തെളിയട്ടെ. നൂതനമാമൊരു സന്ദേശം അതിൻ പൂവിളി കേട്ടൊരു മലയാളം. മലയാളം